السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. قال الله تعالى في قرآنه المجيد: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ പരിപാവനമായ മസ്ജിദിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗതകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ സമസ്ത അപരാധങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന കാലം അത്രയും അവനിക്ക് ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന വഴിയിലായി ജീവിക്കുവാൻ അത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ മൺമറഞ്ഞു പോയ മുഴുവൻ ആളുകളെയും ഖബർ ജീവിതത്തെ അല്ലാഹു തആല സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല പരിപൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന് മുഴുവനും സമാധാനവും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം പിന്നെയും പിന്നെയുമായി ഓരോ ദുരന്തങ്ങളും ദുരിതങ്ങളും നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം വിപത്തുകൾ നമ്മളിലേക്ക് വരുന്നത് മനുഷ്യന്റെ പ്രവർത്തികൾ മൂലമാണ്, മനുഷ്യന്റെ ചെയ്തികൾ മൂലമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദി നാസ്. മനുഷ്യൻ അവന്റെ ചെയ്തികൾ മൂലം ഈ ദുനിയാവിലേക്ക് ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ആ പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥം ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദി നാസ്. കടലിലും കരയിലും സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കൊണ്ടുവരുന്നത് മനുഷ്യൻ അവന്റെ ചെയ്തികൾ മൂലമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഇരുലോകത്തും പാപങ്ങൾ ഉണ്ടാകുന്നത്, ഇരുലോകത്തും വിപത്തുകൾ സംഭവിക്കുന്നത് മനുഷ്യന്റെ പാപങ്ങളെ മൂലമാണ്. ശരീരത്തിൽ വിഷം പ്രവർത്തിക്കുന്നത് പോലെ പാപങ്ങൾ മനുഷ്യനെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആനന്ദത്തിന്റെയും സുഖലോലുപതയുടെയും ഖേദത്തിൽ നിന്ന് ദുഃഖത്തിന്റെയും പരീക്ഷണങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഈ മണ്ണിലേക്ക് ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബീവിയും എത്തിച്ചേർന്നത് പാപങ്ങൾ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ്? അല്ലാഹുവിന്റെ ആകാശലോക സാമ്രാജ്യത്തിൽ നിന്നും ഇബ്ലീസിനെ പുറത്താക്കുകയും ശപിക്കുകയും ചെയ്തത് പാപങ്ങൾ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ്? ആദ്യ സമൂഹത്തിലേക്ക്, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വത ശിഖരങ്ങൾ പോലും മൂടിപ്പോകുമാറ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ പ്രളയം സമ്മാനിച്ചത്, ആ പ്രളയം നൽകിയത് എന്തിനു വേണ്ടിയിട്ടാണ്? തീർന്നില്ല. ആദ്യ സമൂഹത്തിലേക്ക് മാത്രമല്ല, ആദ്യ സമൂഹത്തിലേക്ക് ഭീമാകാരമായ കാറ്റിനെ അയച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണം നടത്തിയെങ്കിൽ ഹൃദയങ്ങളുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഹൃദയം പൊട്ടിപ്പോകുമാറ് ഒരാൾ പോലും ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ളതായ അതിന് കാരണമായ ഘോരമായ ശബ്ദത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തിലേക്ക് നൽകിയത് എന്തിന്റെ പേരിലാണ്? ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം പല ശിക്ഷകൾ നൽകുകയും അവസാനം ആ സമൂഹത്തെ മാറ്റിമറിക്കുകയും ചെയ്തു. ഫിർഔനിന്റെ സമൂഹം ഇതെല്ലാം ചെയ്തത് മനുഷ്യൻ ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടിയതായ പ്രവൃത്തികളുടെ പരിമിത ഫലമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന് ശേഷം ഒരുപാട് തലമുറകളെ അല്ലാഹു തആല ശിക്ഷിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ കൽപ്പനകളെ സ്വീകരിക്കാതെ വരികയും പടച്ചവൻ എന്തെല്ലാം കാര്യങ്ങൾ ഈ ദുനിയാവിൽ നിഷിദ്ധമാക്കിയോ ആ കാര്യങ്ങളെ മുഴുവനും ഏറ്റെടുക്കുകയും എന്ന് ചെയ്തോ അന്ന് മുതലാണ് ഈ ദുനിയാവിൽ ഈ കാണുന്ന പ്രളയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമായത് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ ഭക്തി പറയുകയാണ്. സമിഅതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. അൽ മഅഇദാ ളഹറത്തിൽ മആസി,
ഈ ദുനിയാവിൽ വിപത്തുകൾ വ്യാപകമായി കഴിഞ്ഞാൽ, ഈ ദുനിയാവിൽ തെറ്റുകുറ്റങ്ങൾ വ്യാപകമായി കഴിഞ്ഞാൽ, മോശത്തരങ്ങൾ വ്യാപകമായി കഴിഞ്ഞാൽ, ഫീ ഉമ്മത്തി എന്റെ സമുദായത്തിൽ വ്യാപകമായി കഴിഞ്ഞാൽ, അമ്മഹുമുല്ലാഹു ബിഅദാബിൻ മിൻ ഇൻദിഹി അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതായ അദാബിനെ അയക്കപ്പെടുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അവിടുന്ന് ഉമ്മു സലമ റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, അമാ ഫീഹിം സാലിഹൂന, അവരിൽ സാലിഹീങ്ങൾ ഉണ്ടാകില്ല പ്രവാചകരെ? അദാബുകൾ അയക്കുമ്പോൾ തെറ്റ് ചെയ്തവർ മാത്രമല്ലല്ലോ, നന്മകൾ ചെയ്യുന്നവരും ആ കൂട്ടത്തിലല്ലേ? പിന്നെ എങ്ങനെയാണ് അദാബിനെ അയക്കുക? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകുകയാണ്, ബലാ, അതേ ഉണ്ടാകുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുന്ന സമൂഹത്തിലേക്കും അല്ലാഹുവിന്റെ അദാബിനെ വരുന്നതാണ്. ഫകൈഫ യസ്നഉ ഉലൈക യുസീബുഹും മാ അസാബന്നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മൊത്തം സമൂഹത്തിലേക്ക് എന്തിനെയാണോ നൽകുന്നത് അതിനെ മുഴുവനും ആ സമൂഹം ആ മനുഷ്യരിലേക്കും എത്തുന്നതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നല്ലവരുണ്ടെങ്കിലും ആ സമൂഹത്തിലേക്ക് അദാബ് ഇറക്കപ്പെടുന്നതാണ്. നന്മകൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് പടച്ചവൻ അവരെയും പരീക്ഷിച്ചത് എന്നൊരു ചോദ്യം പലപ്പോഴും നമ്മൾ ചോദിക്കും. ഒരു നാട്ടിൽ പ്രളയം ഉണ്ടാകുമ്പോൾ മോശക്കാര് മാത്രമല്ലല്ലോ നല്ലവരും മരണപ്പെടുമല്ലോ എന്ന ചോദ്യത്തിനുള്ളതായ ഉത്തരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്. എങ്ങനെയാണ് നമ്മളിലേക്ക് ഈ പ്രയാസങ്ങൾ കടന്നു വരിക? നമ്മളിലേക്ക് എങ്ങനെയാണ് ഈ ബുദ്ധിമുട്ടുകൾ കടന്നു വരിക? അതും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുകയാണ്, ഫലമ്മാ നസൂ മാ ദുകിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു അഖദ്നാഹും ബഗ്തതൻ ഫഇദാ ഹും മുബ്ലിസൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലമ്മാ നസൂ മാ ദുകിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ ഉപദേശങ്ങളെ അതിനെ മറന്നുപോയി കഴിഞ്ഞപ്പോൾ പടച്ചവൻ അവരിലേക്ക് എല്ലാ വാതിലുകളും തുറന്നു നൽകി. എന്നിട്ട് പെട്ടെന്നൊരു പിടുത്തം പിടിച്ചു. ആ പിടുത്തത്തിൽ അവർ പെട്ടുപോയി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഇതെല്ലാം പടച്ചവൻ നമ്മളിലേക്ക് തരുന്നതായ ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. നമ്മൾ കേൾക്കാൻ മനസ്സ് കാണിക്കണം. നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ ഉപദേശ നിർദ്ദേശങ്ങൾ തരുമ്പോൾ അത് നമ്മോടല്ല എന്ന രീതിയിൽ ഒരിക്കലും പെരുമാറാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. അങ്ങനെ ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം അദാബുകൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. പരിശുദ്ധമായ നൂഹ് എന്ന് പറയുന്നതായ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി വലൈലൻ വനഹാറ ഫലം യസ്ദുഹും ദുആഇ ഇല്ലാ ഫിറാറ. അവർ ഒരുപാട് നാളുകൾ ഞാൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് ക്ഷണിച്ചു എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാം എന്നോട് ഉപദേശിക്കേണ്ട എന്ന നിലപാട് സ്വീകരിച്ചു എന്നവർ ചെയ്തു എന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന് എങ്ങനെയാണ് നമ്മൾ ചില ഹദീസുകൾ പറയുമ്പോൾ, ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് അശ്രദ്ധമായി കേൾക്കുന്ന എത്രയോ ആളുകളാണ് നമ്മുടെ സമുദായത്തിന്റെ അകത്തുള്ളത്. നന്മകൾ പറയുമ്പോൾ അതിന്റെ ഹദീസുകൾ കാലഘട്ടത്തിനനുസൃതമായ വിഷയങ്ങളെ പറ്റി ഹദീസുകൾ പറയുമ്പോൾ അവിടെ അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ അതിനെല്ലാം ട്രോളാക്കി അതിനെല്ലാം കളിയാക്കാനാക്കി മാറ്റിവെക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്തെല്ലാം കാര്യങ്ങൾ കേട്ടാലും ചില സീല് വെക്കപ്പെട്ടതായ ഹൃദയങ്ങളെ പോലെ അതിനെയെല്ലാം മറന്നു കളയുകയും അതിനെ തൊട്ട് തിരിഞ്ഞു കളയുകയും ചെയ്യുന്നതായ ഒരു സമൂഹമുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്ബോധനം കേൾക്കുമ്പോൾ ഒരു സ്വീകരിക്കുവാൻ പ്രധാനമായും 2 ഗുണങ്ങളാണ് ഒരു മനുഷ്യന് വേണ്ടത്. ഒന്നെന്താണ്? ഹൃദയമുണ്ടാകണം. അതെല്ലാം കേൾക്കാനുള്ള ഹൃദയം മനുഷ്യനുണ്ടായിത്തീരണം. അത്തരം ആളുകൾക്ക് മാത്രമാണ് ഈ ഉത്ബോധനങ്ങളെ കൊണ്ടോ ഈ സംസാരങ്ങളെ കൊണ്ടോ കാര്യമുള്ളൂ. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പോലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അത് കയറണമെങ്കിൽ അവനിക്ക് തന്നെ ആദ്യം തോന്നണം, ഇതെല്ലാം കേൾക്കേണ്ടതാണ്, ഇതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്, ഇത് കേട്ട് എന്റെ ജീവിതത്തിലേക്ക് പാകപ്പെടുത്തുവാൻ എന്റെ ഹൃദയത്തെ ഞാൻ അത്തരത്തിലേക്ക് നീട്ടിക്കൊണ്ടു പോകണം, അത്തരത്തിലേക്ക് മാറ്റം വരുത്തണമെന്ന് ചിന്തിക്കേണ്ടത് മനുഷ്യൻ തന്നെയാണ്. ഇന്ന് മനുഷ്യൻ അതിനൊന്നും സമയമില്ല. എന്തോ കേൾക്കുന്നു, എന്തിനോ വേണ്ടി ഓടിപ്പോകുന്നു. ഈ ഭൂമിയെ ഉണ്ടാക്കിയെടുക്കുവാൻ, ഈ ഭൂമിയിൽ എന്തെല്ലാം നേടിയെടുക്കാൻ സാധ്യമാകുമോ അതിനെല്ലാം നേടിയെടുക്കാനുള്ള വ്യഗ്രത മൂലം മനുഷ്യൻ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മനുഷ്യൻ ഈ ദുനിയാവിൽ ഇത്തരത്തിൽ ചെയ്യുന്നത് മാത്രമല്ല ഭൂമിയോട് ചെയ്യുന്നത് പോലും എത്രയോ ക്രൂരമായിട്ടാണ് എന്ന് ഹദീസുകൾ നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ ചിന്തിക്കാൻ, കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ഒരു പ്രളയം ഒരു നാട്ടിലേക്ക് ഒരു മണ്ണിടിച്ച് നമ്മൾ കണ്ട് മാറിയത്. എത്ര ജനങ്ങളാണ് മരണപ്പെട്ടു പോയത്? ഇതെല്ലാം മനുഷ്യൻ ചെയ്യുന്നതായ പ്രവർത്തികളെ കൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. പരിശുദ്ധമായ ദീൻ ഇസ്ലാം ഭൂമിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് കൃത്യമായി പറയുന്നു.
നിങ്ങൾ ഭൂമിയെ ബഹുമാനിക്കണം. എങ്ങനെയാ ബഹുമാനിക്കേണ്ടത്? ഫഇന്നഹാ ഉമ്മുക്കും, അത് നിങ്ങളുടെ ഉമ്മയെ പോലെയാണ്. നിങ്ങൾ ഉമ്മയെ എപ്രകാരമാണോ കെയർ ചെയ്യുന്നത്, അതുപോലെയാണ് നിങ്ങൾ ഭൂമിയെ കെയർ ചെയ്യേണ്ടത് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ എപ്രകാരമാണ് ഭൂമിയെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? നമ്മുടെ സ്വഭാവങ്ങൾ എങ്ങനെയാണ്? അതുമായിട്ട് ഒരു ഉമ്മയെ സ്വീകരിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. പരിശുദ്ധമായ ദീൻ ഇസ്ലാം പഠിപ്പിക്കുന്നത്, വളരെ പ്രധാനമായി പഠിപ്പിക്കുന്നതും എത്രയോ കാര്യങ്ങളാണ്. ഒരു ഉമ്മ എപ്രകാരം, മണ്ണെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ആയത്തിൽ പറയുന്ന, മറ്റു ഹദീസിൽ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ജുഇൽ അർള മസ്ജിദൻ തഹൂറ, ഈ ദുനിയാവിലെ ഭൂമി മുഴുവനും എനിക്ക് മസ്ജിദാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്, അത് തഹൂറാണ് എന്ന് അദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ പരിശുദ്ധമായ ഖുർആനിൽ ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത് വ അൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറ, ആകാശലോകത്തു നിന്ന് പടച്ചവനിറക്കുന്ന വെള്ളം, ആ മഴ അത് തഹൂറാണ് എന്ന് പരിശുദ്ധമായ ഖുർആനിൽ പറയുമ്പോൾ അതിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, തഹൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ ഒന്നിനാണ് തഹൂർ എന്ന് പറയുന്നത് എന്നതാണ്. ഈ ഭൂമിയെ പറ്റി എന്താ പറഞ്ഞത്? തഹൂർ എന്നാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ശൗചം ചെയ്ത് കഴിയുമ്പോൾ, ഈ ശൗച അവസ്ഥയിൽ അതല്ലെങ്കിൽ നമുക്ക് വെള്ളം കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഉദു ചെയ്യാനോ അല്ലെങ്കിൽ ജനാപത്തുകാരനായി കഴിഞ്ഞാൽ കുളിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് തയമ്മം ചെയ്യണമെന്ന് പരിശുദ്ധമായ ദീൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അത് ഇവിടെ കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ മുഖത്ത് തടവാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. മുഖം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടം. അത് മാത്രമല്ല, നമ്മൾ ശ്വസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർമ്മയുടെ ഇടം. അവിടേക്ക് നിങ്ങൾ മണ്ണുകൾ വെച്ചുകൊണ്ട് നിങ്ങളുടെ മുഖത്തെ തടവണമെന്ന് പറയുമ്പോൾ ആ മണ്ണിന് എത്രത്തോളം പ്രാധാന്യം പരിശുദ്ധമായ ദീൻ ഇസ്ലാം നൽകുന്നുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യുന്നതോ അതിനെ എത്രത്തോളം മലീമസമാക്കാൻ സാധ്യമാകുമോ അത്തരത്തിൽ മലീമസമാക്കുന്ന ഒരു പ്രവൃത്തികളെ നമ്മൾ മുമ്പിൽ വരുന്നത്. ഇങ്ങനെ വരുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും അതെല്ലാം മനുഷ്യരുടെ പ്രവർത്തികളെ കൊണ്ട് അത് നാശോന്മുഖമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ പറയുന്ന പ്രവർത്തികൾ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ ഈ ദിവസത്തിൽ എത്രത്തോളം തെറ്റുകളാണ് ചെയ്യുന്നത്. ഒരു ഉമ്മയെ പോലെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ആകാശലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ നൽകുമ്പോൾ ഈ ഭൂമിയിൽ നിന്നും സസ്യങ്ങൾ ഉണ്ടാവുകയും അത് മാത്രമല്ല അതിനു വേണ്ട വെള്ളങ്ങൾ ഇതെല്ലാം ഈ ഭൂമി സംഭരിച്ചു വെക്കുകയും ഒരു ഉമ്മക്ക് തന്റെ മകൻ കൊടുക്കുന്നത് പോലെ കൃത്യമായ സമയങ്ങളിൽ ഇടവേളകളിൽ അത് നൽകി ഒരു ഉമ്മ തന്റെ മകനെ പരിചരിക്കുന്നത് പോലെ ഭൂമി നമ്മളിങ്ങനെ പരിചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെടുന്ന ഭൂമിയോട്, അതിന്റെ ഹക്കിനോട് നമ്മൾ പലപ്പോഴും യഥാർത്ഥമായ രീതിയിൽ പെരുമാറുന്നില്ല എന്നതാണ് ഏറ്റവും സത്യമായ അവസ്ഥ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണത്. അത് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് പ്രത്യേകമായി ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ഇപ്പോഴും വലിയ അദാബുകളിലേക്ക് നമ്മൾ എത്തിപ്പോകാത്തത്. ഒരിക്കലും എന്റെ സമുദായത്തെ മുഴുവനും ഒറ്റയടിക്ക് നശിപ്പിച്ച് കളയരുതേ എന്ന് അല്ലാഹുവിനോട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ ആ വാഗ്ദാനം കൊണ്ട് മാത്രമാണ് നമ്മളെ ഒറ്റയടിക്ക് നശിച്ചു പോകാത്തത്. നമ്മൾ ജപ്പാനിലെ ദുരന്തങ്ങളെ കണ്ട സമയത്ത് അവിടെ ഒരു സ്ത്രീ പറഞ്ഞ ഏറ്റവും വലിയൊരു വാചകമുണ്ട്. ആ പ്രളയത്തിന്റെ ആ ബുദ്ധിമുട്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എന്റെ മക്കൾക്ക് വേണ്ടി ഭക്ഷണം ഞാൻ എടുത്തു വെച്ച് ഞാനൊന്ന് തിരിഞ്ഞു മാറുമ്പോഴേക്കും എന്റെ മക്കളെ കാണാനില്ല. രണ്ടാമത്തെ വെള്ളം വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് പോയി ദിവസങ്ങൾ കഴിഞ്ഞ് 11 ദിവസങ്ങൾ കഴിയുമ്പോഴും എന്റെ മക്കളെ കണ്ടെത്താനാവാതെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ വിലപിച്ചു നിൽക്കുന്നു എന്ന് ഒരു അമ്മ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മോട് പറയുന്നത് എന്താ? ഒരു നിമിഷം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ മുഴുവൻ നശിപ്പിച്ചു എന്നാണ്. അതിലെന്താണ് കാരണം? അവർ ആ സമയത്ത് ജപ്പാൻകാർ പറഞ്ഞ ഏറ്റവും വലിയ വാചകമുണ്ട്, എന്ത് പ്രളയത്തെയും അല്ലെങ്കിൽ എന്ത് ഭൂകമ്പത്തെയും തടയാൻ ആവശ്യമുള്ളതായ രീതിയിലുള്ളതായ വീടുകളെയാണ് ഞങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത് എന്ന് പറയുകയും, ഈ ദുനിയാവിൽ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പ്രവർത്തികൾ ആ സമയത്തറിയാം അവിടെ ബുർക്ക പോലും നിരോധിച്ചിരുന്ന രാജ്യമായിരുന്നു എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ വിശ്വാസമുള്ളവർക്ക് മാത്രമാണ് അതുമായി ചേർത്ത് പിടിക്കാൻ സാധ്യമാവുകയുള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ ട്രോളാക്കി മാറ്റാൻ കഴിയുന്നവർക്ക് ട്രോളാക്കി മാറ്റാം. അത് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടാണോ ഇങ്ങനെ ഉണ്ടായത് എന്ന് ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷേ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനമാണ് അത്തരത്തിൽ വിശ്വസിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ എവിടെ വെച്ചുകൊണ്ടാണോ നാം കച്ചുടച്ചത്, അള്ളാഹുവിന്റെ ആ നിയമങ്ങൾ എവിടെ വെച്ചുകൊണ്ടാണ് നാം മാറ്റിവെച്ചത്, അതോടുകൂടി നമുക്ക് പരാജയങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രവൃത്തി തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ്. എല്ലാവരും തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുക.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസുണ്ട്, എല്ലാ ദിവസവും കടൽ അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ലൈസ മിൻ ലയാലത്തിൻ ലൈസ മിൻ ലൈലത്തിൻ, എല്ലാ ദിവസവും അല്ലാഹു ഒരു ദിവസവുമില്ല ചോദിക്കാത്ത ഒരു ദിവസവുമില്ല, ഇന്നൽ ബഹറു, കടൽ ചോദിക്കാത്ത ദിവസമില്ല, സലാസ മർറാത്തിൻ, 3 പ്രാവശ്യം എല്ലാ ദിവസവും കടൽ അല്ലാഹുവിനോട് ചോദിക്കും, ഈ സമൂഹത്തെ മുഴുവൻ ഞാൻ നശിപ്പിച്ചു കളയട്ടെ എന്ന് ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, ഫയഖുഫുല്ലാഹു അസ്സ വജല്ല, പടച്ചവൻ തടയുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാത്തത്. ഏതെങ്കിലും ദിവസം പടച്ചവന്റെ അനുവാദം ലഭിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി തീരാവുന്നതേ ഉള്ളൂ ഈ ദുനിയാവ് എന്നുള്ള ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ടാണ് ഇശാ നമസ്കരിക്കുമ്പോൾ നമ്മൾ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ഹഫ്ദിനാ ഫീ ദുൽമത്തിൽ ലൈലി കമാ ഹഫിൽതനാ ഫീ ളൗഇൻ നഹാർ, പടച്ചവനെ പകലിൽ ഞങ്ങൾ സംരക്ഷിച്ചതുപോലെ രാത്രിയിലും എല്ലാവിധ അദാബുകളിൽ നിന്നും എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും നീ ഞങ്ങളെ സംരക്ഷിക്കണേ എന്ന് ഓരോ ദിവസവും രാത്രി നമ്മൾ ദുആ ചെയ്യുന്നത് അതുകൊണ്ടാണ്. എല്ലാ രാത്രിയിലും കണ്ടു ചോദിക്കുമെന്ന 3 പ്രാവശ്യം, 1 അല്ല 2 അല്ല 3 പ്രാവശ്യം അല്ലാഹുവോട് ചോദിക്കും, പടച്ചവനെ ഇത്രയും തെറ്റ് ചെയ്ത സമൂഹത്തെ ഞാൻ നശിപ്പിച്ച് കളയട്ടെ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനായ പടച്ചവൻ പറയും വേണ്ട എന്ന് അല്ലാഹു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ പ്രിയമുള്ളവരെ അത്തരത്തിലുള്ളതായ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. എല്ലാത്തിനെയും കേട്ട് എല്ലാത്തിനെയും അവഗണിച്ച് കളയുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ചേർന്നതല്ല. നമ്മൾ കാര്യങ്ങൾ കേൾക്കുകയും കൃത്യമായി മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയും വേണം. ഏറ്റവും പ്രധാനപ്പെട്ടത് വലിയ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായ ഒന്നാണ്. നമ്മൾ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ദുനിയാവിൽ ലഭിക്കുന്നതായ എല്ലാ കാര്യങ്ങളും. ഇന്നത്തെ ന്യൂ ജനറേഷൻ പറയുന്നത് പോലെ, കർമ്മ എന്ന് പറയുന്നത് പോലെ എന്തെല്ലാം പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ അതിന്റെ എല്ലാം തിരിച്ചുള്ളതായ അനുഭവം നമുക്കുണ്ടാകും എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള കാലഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ, ഇവിടെ മഴക്കാലങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ സർക്കാരുകൾ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ മേഖലയിൽ നിന്ന് ആളുകൾ പറയുമ്പോൾ അതിനെല്ലാം കൃത്യമായി പാലിക്കുക എന്നുള്ളതും ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്നൊരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയൊക്കെ ഈ സമയത്തല്ല, അപകടകരമായ സ്ഥലങ്ങളിലേക്ക് കയറി ചെന്നുകൊണ്ട് അപകടം വരുത്തി വയ്ക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ മേൽ ഒരിക്കലും യോജിച്ചതല്ല എന്നീ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആ ഒരു കാര്യത്തെ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നീ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്.